പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. കേരളത്തെ സമ്പൂർണ്ണമായി അവഗണിച്ച് മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് പ്രഖ്യാപിച്ച അതിവേഗ റെയിൽ കോറിഡോറിൽ കേരളത്തിന് ഇടമില്ല. വർഷങ്ങളായുള്ള വാഗ്ദാനമായ എയിംസ് ഇത്തവണയും പ്രഖ്യാപിച്ചില്ല. പ്രത്യേക പാക്കേജില്ല, വിഴിഞ്ഞത്തിന് സഹായമില്ല, നികുതി വിഹിതത്തിലും വർധനയില്ല. കേരളത്തിനുള്ളത് ഒരു ധാതു ഇടനാഴിയും കടലാമ നിരീക്ഷണ കേന്ദ്രവും മാത്രം. കേരളം കേരളം എന്ന് ആർത്ത് വിളിച്ചായിരുന്നു സംസ്ഥാന എംപിമാർ പാർലമെന്റിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. കടുത്ത വിമർശനമാണ് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത്. ജനങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് എന്ന് കേട്ടുവരാം. കൊച്ചിയിൽ നിന്ന് ജനങ്ങളുടെ പ്രതികരണവുമായി ഇസത്ത് ചേരും. ബജറ്റിൽ കേരളത്തെ അവഗണിച്ചു. കാത്തിരിപ്പുകൾക്കൊടുവിൽ ഇന്ന് ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് ലഭിച്ചത് അവഗണനയോ എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. എന്താണ് അവഗണിക്കാനുള്ള കാരണങ്ങൾ? എപ്പോഴും ഇങ്ങനെ ഓരോ രണ്ടുപേരും തമ്മിൽ മത്സരമുള്ള ഒരാൾ പറയും അവഗണിച്ചെന്ന് പറയും, ഒരാൾ പറയും അവഗണിച്ചില്ലെന്ന് പറയും. ഇപ്പോൾ നമ്മളിത് പറഞ്ഞ നമ്മളൊന്നും വിശ്വസിക്കാണ്ടായി. ഇത് കണ്ടും അടുത്തത് കണ്ട് നമുക്ക് അതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. സത്യം പറഞ്ഞ ഒരു ബന്ധമല്ല, ഇല്ല. സത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. എല്ലാ സമയത്തും ഇതിനു മുമ്പ് അറിയില്ല അതിനെക്കുറിച്ച് അറിയില്ല. BJP ആയൊരു സീനായിരിക്കും, കറക്റ്റ് അറിയില്ല. കേരളത്തിന് അവഗണനയാണ്. കാരണം ഓരോ ബഡ്ജറ്റിലെ സാധനങ്ങൾ കൃഷിക്കാർക്കൊക്കെ ഒന്നും വലിയ രീതിയിലൊന്നും കൊടുത്തിട്ടില്ല. നഷ്ടപരിഹാരം കേരത്തിൻ്റെ ഇതിന് കൊടുത്തിട്ടില്ല, നഷ്ടമാണ്. അതിവേഗ റെയിൽപാതയുമില്ല, എയിംസുമില്ല. ആകെയുള്ളത് കടലാമ വ്യവസായത്തെ സംരക്ഷിക്കാനുള്ള പദ്ധതി മാത്രം. കേന്ദ്രത്തിൽ നിന്നും കേരളത്തിൽ ലഭിച്ചത് തികച്ചും അവഗണനയെന്ന അഭിപ്രായമാണ് ജനങ്ങൾക്കുള്ളത്. ക്യാമറ പേഴ്സൺ ടിബിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം, കൊച്ചി.